വാഴ്ത്തുക്കൾ നമ്മുടെ വിജയ് സാറിനെ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്. വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം രോമാഞ്ചം വരുന്ന ഒരു ഇലക്ഷനാണ്. ഞാൻ ഇലക്ഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മോർണിംഗ് ജിമ്മിൽ വെച്ചായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ജിമ്മിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് 6-7 സീറ്റിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, തമിഴ്നാടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഈ വർഷം എന്തായാലും രക്ഷയില്ല, അടുത്ത വർഷം വല്ലതും മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ തകർത്ത് പൊളിച്ചടുക്കി കളഞ്ഞു. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര രോമാഞ്ചം മാത്രമേ ഉള്ളൂ ആലോചിക്കുമ്പോൾ, അല്ലാതെ ഒന്നും പറയാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് കേരള ഇലക്ഷനെ കുറിച്ച് പറയണ്ടല്ലോ, അതും ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ്. എന്നാലും തമിഴ്നാട്, ഞാനൊരു വിജയ് ഫാനൊന്നുമല്ല, എന്നാലും ഞാൻ സൂര്യ ഫാനൊക്കെ ആയിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷേ വിജയൻ്റെ സിനിമേനെ കാട്ടിയൊക്കെ ട്വിസ്റ്റും ത്രില്ലിങ്ങും ആയിപ്പോയി ഈ ഒരു ഇലക്ഷൻ. ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയൊരു വിജയം. ഇന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ചീഫ് മിനിസ്റ്ററായി. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് തമിഴ്നാട്ടിലുള്ളത്. ഓൾറെഡി തമിഴ്നാട് കേരളയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മുന്നിലാണ് പല കാര്യത്തിലും. നമുക്കറിയില്ല, നമുക്ക് അഹങ്കാരവും അഭിമാനവും മാത്രമേ ഉള്ളൂ കേരളത്തിനെക്കുറിച്ചും കേരള പൊളിറ്റിക്സിനെക്കുറിച്ചും. പക്ഷേ തമിഴ്നാട്ടിൽ നമുക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. പിന്നെ അവിടെ നിങ്ങൾ പറയും ദാരിദ്ര്യം ഇല്ലേ, വിദ്യാഭ്യാസ കുറവില്ലേ, എല്ലാ നാട്ടിലും ഉണ്ട്. നമ്മുടെ ഇവിടെ വയനാട്ടിലും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നമ്മളൊരിക്കലും അവിടുത്തെ ക്വാളിറ്റി ലൈഫും അവിടുത്തെ വളർച്ചയെക്കുറിച്ചൊന്നും നമ്മൾ അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ. പോയിട്ടുള്ളവർക്ക് അറിയാം, ആരും എതിർത്ത് പറയില്ല. ചെന്നൈയും പല സ്ഥലങ്ങളും ഞാനും പോയിട്ടുള്ളതാണ്, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് നേരിട്ട് കുറേ കാര്യങ്ങൾ, അവിടുത്തെ റോഡ്, അവിടുത്തെ വിൻഡ് മിൽ ഫെസിലിറ്റിയൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ നമുക്ക് ഇവിടെയും പലയിടത്തും ചെയ്യാവുന്നതാണ്. ആരും ചെയ്തൊന്നും കണ്ടില്ല. വൺ ഡെവലപ്ഡ് തന്നെയാണ്. ഇനി വിജയം കൂടി കയറിയതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു നാളത്തെ ഇന്ത്യയുടെ ഒരു യൂറോപ്പ് തമിഴ്നാടാണെന്ന് അറിയപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ കണ്ട പോലെ ഹെഡിങ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊന്ന് ആലോചിച്ചു, ജസ്റ്റ് ഒന്ന് ഇമാജിൻ നമ്മുടെ നാട്ടിൽ വളരെ വലിയൊരു ഭരണ ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇറങ്ങി, അല്ലെങ്കിൽ നാട്ടുകാർ ഇറക്കി, കോൺഗ്രസ് കയറി. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് തന്നെ BJP-കാരെ വളരെയധികം എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഇപ്പോൾ BJP-ക്ക് തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും നേട്ടങ്ങൾ കൊയ്തു കൊടുത്തതെന്നുള്ളതിൽ ആർക്കും യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാതെ അവരുടെ ഭരണം നന്നായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP കൈയടക്കണം? അതൊരു വലിയൊരു ചോദിക്കേണ്ട കാര്യമാണ്. പിന്നെ അയ്യപ്പൻ്റെ വിഷയം, അതെന്തുകൊണ്ട് സത്യസന്ധനാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് തെളിയിക്കാൻ പറ്റിയില്ല? അല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ജനങ്ങളും മണ്ടന്മാരല്ലല്ലോ, അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇപ്പോൾ വേറൊരു എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ മതിയായി ജനങ്ങൾക്ക്. അതിൻ്റെ വലിയൊരു റിസൾട്ടാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടത്. ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത രീതിയിൽ തോറ്റുപോയി. ദയനീയാവസ്ഥ വളരെയധികം ദയനീയാവസ്ഥയാണ്. ഇതേ ദയനീയാവസ്ഥ തന്നെയാണ് ലോകം മൊത്തം സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏകാധിപത്യത്തിലോട്ട് ഏതൊരു പാർട്ടി വന്നാലും അതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിലും സംഭവിച്ചു. ഇനി കേരളത്തിൽ കോൺഗ്രസ്സിന് അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറയാലോ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ അവർ മുന്നോട്ട് നയിക്കുന്ന ആദ്യത്തെ ചോടായിട്ടുള്ള സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ യാത്ര ഫ്രീ ആക്കി കൊടുക്കുമെന്നുള്ള എന്ത് ഒരു തുക്ലക്ക് നിയമമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും 20 രൂപ 50 രൂപയൊക്കെ കൊടുത്ത് എന്തായാലും ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. എന്നാൽ ഇത് ആർക്കാണ് ശരിക്കും ആവശ്യം? യാത്രാ ചിലവ് കുറയ്ക്കാനായിട്ട് സീനിയർ സിറ്റിസൺ, റിട്ടയേർഡ് പീപ്പിൾ. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കൊടുക്കണം. ഒരിക്കലും ഇത് സ്ത്രീകൾക്ക് മാത്രമെന്നുള്ള രീതി കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ സമത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പറയുമ്പോൾ, എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിലൊന്നും ഇത് കാണാറില്ല. ഞാനും കോളേജിൽ പഠിക്കുമ്പോൾ സമത്വത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമരം ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചില കാര്യങ്ങളിൽ മാത്രം എന്തിന് വേർതിരിവ് കൊണ്ടുപോകണം? സ്ത്രീ പുരുഷ വേർതിരിവ്
എല്ലാവരെയും ഒരേപോലെ കാണണ്ടേ? അത് വേണ്ടവർക്ക് വേണ്ടതുപോലെ കൊടുക്കണം. ഇപ്പോൾ എല്ലാ മേഖലയിലും സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിക്രമങ്ങൾ സ്ത്രീകൾക്കും ഉണ്ടാകുന്നുണ്ട്, പുരുഷന്മാർക്കും ഉണ്ടാകുന്നുണ്ട്. പിന്നെ പുരുഷന്മാർ സ്ത്രീകളുടെ പേരിൽ കൂടുതൽ കൺസേൺ ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. അതിന് വേണ്ടിയിട്ട് നിയമത്തിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടാനായിട്ട്. അല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാടിനൊരു നേട്ടമോ അല്ലെങ്കിൽ ആ പാർട്ടിക്കോ ആർക്കും ഒരു നേട്ടം ഉണ്ടാകുമോ? KSRTC എന്ന് പറയുന്ന ഒരു ഇതിന് നഷ്ടം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അത് എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നറിയില്ല. ചുമ്മാ ഇലക്ഷന് വേണ്ടി വാഗ്ദാനമായിട്ട് കൊടുത്തതാണെങ്കിലും അത് നടപ്പിലാക്കി കഴിയുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം ഏറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പിന്നെ ആയാലും മാറ്റി ചിന്തിക്കുമെന്ന് കരുതുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൺസെഷൻ ഉണ്ടെങ്കിലും നമ്മൾ പൈസ അടച്ചാണ് കൺസെഷൻ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാകാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും KSRTC ബസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസണിനോ അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കോളേജിൽ പോകാനും പഠിക്കാനും, അതുപോലെ തന്നെ 20 വയസ്സിന് താഴെ ജോലി ചെയ്ത് പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും ഈ KSRTC ഫ്രീ ആയിട്ട് കൊടുത്താൽ. പിന്നെ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ റിട്ടയർ ആയിട്ട് പെൻഷൻ വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ എവിടെയെങ്കിലും പോകാനായിരിക്കും അവരിറങ്ങുന്നത്. അപ്പോൾ അവർക്കും ഫ്രീ ആയിട്ടത് കൊടുത്തു കഴിഞ്ഞാൽ അവരും നന്ദിയുള്ളവരും. അവർ ജീവിതകാലം മൊത്തം ഗവൺമെൻറ്റിന് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് അവർക്ക് ചിലപ്പം പെൻഷനൊക്കെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ആനുകൂല്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗപ്രദമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തിട്ട് അത് എവിടെ പോയി എത്തുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, നമ്മുടെ ഇപ്പോൾ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിച്ചത്. ഞാൻ ഒന്ന് ചിന്തിച്ച് പോയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും വിജയ് കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിനെ കാട്ടി കൂടുതൽ ഭൂരിപക്ഷം കേരളത്തിൽ കിട്ടിയേനെ. കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ ഈ ഒരു രീതിയിലുള്ള പെരുമാറ്റം കാരണം ജനങ്ങൾ വെറുത്ത് ആളില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ്സിന് കൊടുത്തത്. അല്ലാതെ കോൺഗ്രസ്സിനോടുള്ള സ്നേഹം കൊണ്ടോ കോൺഗ്രസ് വന്നാലേ ഇനി രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. കോൺഗ്രസ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഒരു ഇതായിട്ട് ഇത്രയും വിജയത്തോടെ കോൺഗ്രസ് വന്നു. പക്ഷെ ആ സമയത്ത് വിജയനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, അതുപോലത്തെ ഒരു പാർട്ടി ഇവിടെ വന്നിരുന്നെങ്കിൽ 140-ൽ 140 സീറ്റ് അവർ കൊണ്ടുപോയതിനെ. അത് യാതൊരു തർക്കവും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മതി. ഇത് കേട്ട് പള്ളു വിളിക്കാനും മോശം പറയാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റിൽ വരും. സത്യം പറയുന്നതിൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതി വെച്ചോ, അടുത്ത വർഷം ഈ 5 വർഷം കഴിയുമ്പോൾ വിജയ്ക്ക് കേരളത്തിലെ 14 ജില്ലകളിലും ഓരോരോ സെൻറ്റർ തുടങ്ങാൻ പറ്റിയ അടുത്ത വർഷം കേരള CM വിജയ് ജോസഫ്. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ചീഫ് മിനിസ്റ്റർ വിജയ് ജോസഫ് കേരള ആയിരിക്കും അടുത്ത വർഷം 5 വർഷം കഴിയുമ്പോൾ ഭരിക്കാൻ പോകുന്നത്. പുള്ളി തമിഴ്നാട് ഏറ്റെടുത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് നല്ല രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരാളെ വെച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കേരളത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ വിജയ് മത്സരിക്കും, വിജയ് ജയിക്കും. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ഏകദേശം വേണമെങ്കിൽ വിജയ്ക്ക് കയറി വരാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചാൻസും നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ ഉണ്ട് സത്യത്തിൽ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ വേറൊരു രീതിയാണ്. വിജയൊന്നും അത്രയും അറിയത്തില്ല. എന്നാലും ഒരു 5-10 വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യയിലുണ്ടായ വികസനത്തിനേക്കാൾ ഏറ്റവും വലിയ വികസനവും കാര്യങ്ങളും എല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ വരികയാണെങ്കിൽ, അതൊരു മാതൃകയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻസും വിജയനെ സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 10-20 വർഷം മുമ്പിൽ കഴിയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിജയ് ജോസഫ് എന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. സത്യമായിട്ടും കേൾക്കേണ്ടി വരും. യാതൊരുവിധ സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാനതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം മടുത്ത് ഇപ്പോൾ ഉള്ള ആരെയും പ്രതീക്ഷയുള്ള ആരുപോലും ഇല്ല. അതുകൊണ്ടാണ് പ്രതീക്ഷ ഉള്ളത് ഇദ്ദേഹത്തിലാണ്. കാരണം അദ്ദേഹം ഓൾറെഡി പേര്
സെലിബ്രിറ്റി സ്റ്റാറ്റസിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, പിന്നെ പൈസയ്ക്ക് പൈസ, ഇതെല്ലാം ഉണ്ട്. പിന്നെ എന്തിന് ഇദ്ദേഹം ഇവിടെ വന്ന് ഇതുപോലെ ഇരട്ടി പണിയെടുക്കുന്ന ഒരു പണി എടുത്ത് തലയിൽ വെക്കണം? തികച്ചും ജനസ്നേഹം മാത്രമായിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലാതെ വേറെ ഇനിയും പുള്ളിക്ക് എന്തുണ്ടാക്കാനാണ്? ഉണ്ടാക്കേണ്ടതിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും സിനിമയിൽ അഭിനയിച്ചാൽ ഉണ്ടാക്കാൻ അവസരങ്ങളും ഒട്ടേറെയാണ്. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന് ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മുടെ നാട്ടിൽ സ്വർണ്ണക്കള്ളയും അതുപോലെ തന്നെ പിടിച്ചു പറിയൊക്കെ നടത്തി അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചീഫ് മിനിസ്റ്ററായിട്ട് കേരളവും തമിഴ്നാടും കർണാടകയും എല്ലായിടത്തും കയറി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ വേറൊരു സംസാരം വേണമെങ്കിൽ വരാം, അതൊരു തമിഴനല്ലേ കേരളത്തിൽ അങ്ങനെ ഒരു ടോക്ക് നമ്മുടെ നാട്ടുകാരില്ലേ ഇങ്ങനെ പലതും പറയും. പക്ഷെ ഒരു കാര്യമില്ല, നമ്മുടെ MGR മലയാളിയായിരുന്നു, ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടായിരുന്നു. പുള്ളിക്ക് അവിടെ പോയി ചീഫ് മിനിസ്റ്ററാണെങ്കിൽ വിജയ്ക്ക് ഇവിടെ വന്ന് ചീഫ് മിനിസ്റ്ററാണ്. ആരും ഒന്നും പറയാൻ പോകില്ല, എല്ലാം നടക്കും, സ്മൂത്തായിട്ട് നടക്കും, ഒരു വിഷയമില്ല. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അവരിൽ ഇങ്ങനെയുള്ള ആശയം വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടാവട്ടെ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ, നമ്മുടെ ഇവിടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകട്ടെ, നമ്മുടെ ഇവിടുത്തെ അഴിമതിക്ക് ഒരു പരിഹാരം ഉണ്ടാകട്ടെ, മുഖ്യമന്ത്രി സീറ്റിന് തമ്മിൽ തല്ല ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ പല പല കാര്യങ്ങൾ ഒഴിഞ്ഞു പോട്ടെ, നല്ല നാളുകൾ വരട്ടെ. അതിനുവേണ്ടി നമുക്ക് വിജയുടെ പാർട്ടീനെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു പൊസിഷനിലോട്ട് അവരെ എത്തിക്കണം. നമ്മുടെ പിന്തുണയാണ് അവരെ ഈ പൊസിഷനിൽ എത്തിച്ചത്. അത് ഇനിയും എല്ലാവരും മാക്സിമം നൽകുമെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും വിജയ് CM ആയതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും സന്തോഷിക്കുന്നതും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിനോടുള്ള സിനിമ കണ്ടിട്ടുള്ള ഒരു സൈഡിൽ സിനിമ കണ്ടിട്ടുള്ള ആരാധന, പിന്നെ വേറൊരു സൈഡിൽ നമ്മൾ ലോകത്തെങ്ങും സിനിമയിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു ചരിത്രപരമായിട്ടുള്ളൊരു വിജയമാണ്. കോരി തരിച്ചുപോയി. അതുകൊണ്ട് എല്ലാ ആൾക്കാരും സന്തോഷത്തിലാണ് കേരളത്തിലുള്ളത്. അപ്പോൾ എല്ലാ തമിഴ് മക്കൾക്കും വണക്കം. കേരള ഇருந்து என்னோட பேர் ஜோதிஷ், விஜயோட பெரிய ஆராதகன். கேரளாவிலையும் விஜயோட பார்ட்டி வரணும், வந்ததுக்கப்புறம் நல்லா கட்சியாக வரணும், கேரளாவிலையும் சீஃப் மினிஸ்டராக வரணும். நாங்கள் எல்லோரும் சப்போர்ட் பண்ணுற என்னோடய ஃப்ரெண்ட்ஸ் இருக்குது, எல்லோரும் கொஞ்சம் நல்ல அபிப்பிராயம் தான். கண்டிப்பாக சீக்கிரமாக வந்து சேருவேன்னு நினைக்கிறேன். தேங்க்யூ.